1000 രൂപയുടെ വാച്ച് 25% വില കൂട്ടിയ ശേഷം 25% വില കുറയ്ക്കുന്നു. ലാഭമോ നഷ്ടമോ? എത്ര രൂപ? വാച്ചിൻ്റെ ഇപ്പോഴത്തെ വില 1000 രൂപയാണ്. അത് ആദ്യം എന്ത് ചെയ്യണു? 25% വില കൂട്ടി, പിന്നെ 25% വില കുറച്ചു. അപ്പോൾ ആകെ ഈ കച്ചവടത്തിൽ ലാഭമാണോ നഷ്ടമാണോ? എത്ര രൂപ? നമ്മൾ ഇപ്പോഴത്തെ വില എത്രയാണ്? 1000 ഇൻറ്റു ആദ്യം 25% വില കൂട്ടുക. 25% വില കൂട്ടുക പറയുമ്പോൾ 100ൻ്റെ കൂടെ 25 കൂട്ടുക. 100ൻ്റെ കൂടെ 25 കൂട്ടിയ 1000 ഇൻറ്റു 125/100 ഇൻറ്റു പിന്നെ 25% വില കുറയ്ക്കുക. 25% വില കുറയ്ക്കുക പറയുമ്പോൾ 100ന്ന് 25 കുറയ്ക്കുക. 100ന്ന് 25 കുറച്ചാൽ ഇൻറ്റു 75/100. അപ്പോൾ 1000 ഇൻറ്റു 125/100 ഇൻറ്റു 75/100. ഇതിൽ നമുക്ക് വെട്ടിച്ചെടുക്കുമ്പോൾ അംശമായ 1000വും ഛേദത്തിലത്തെ 100ഉം ഇതിലത്തെ ഒരു 0 വെട്ടിക്കളയാം. അംശം 1000വും ഛേദത്തിലത്തെ 100ഉം ഇതിലത്തെ ഒരു 0. പിന്നെ അംശം എന്താ? 125 ഇൻറ്റു 75 ബൈ ഛേദമോ 10. 125 ഇൻറ്റു 75 ഗുണിക്കുക. 125 ഇൻറ്റു 75 ഗുണിക്കുമ്പോൾ 9375 കിട്ടും. 9375 ബൈ 10. 10 കൊണ്ട് ഹരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു സ്ഥാനം ഇടത്തോട്ട് നീക്കണം. 10 കൊണ്ട് ഹരിക്കുമ്പോൾ ഒരു ദശാംശ സ്ഥാനം ഇടത്തോട്ട്. അപ്പോൾ എന്ത് വരും? 937.5 എന്ന് വരും. ഇതാണ് എന്ത്? വിറ്റ വില. അപ്പോൾ ഇപ്പോൾ വാച്ചിൻ്റെ വില 1000 രൂപയാണ്. അത് എത്ര രൂപയായി മാറി? 937.5 രൂപയായി. അപ്പോൾ 1000 രൂപയ്ക്ക് വാങ്ങിയ വാച്ച് 937.5 രൂപയ്ക്ക് വിറ്റു. അല്ലെങ്കിൽ 1000 രൂപയായിരുന്നു വാച്ചിൻ്റെ ആദ്യത്തെ വില, അത് 937.5 രൂപയായി കുറയുകയാണ് ചെയ്തിരിക്കുന്നത്. വാച്ചിൻ്റെ ആദ്യത്തെ വിലയേക്കാൾ കുറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താ? നഷ്ടം സംഭവിച്ചു. നഷ്ടം കാണാൻ എന്ത് ചെയ്താൽ മതി? ആദ്യ വിലയിൽ നിന്ന് രണ്ടാമത്തെ വില കുറയ്ക്കുക. നഷ്ടം സമം 1000 നിന്ന് 937.5 കുറയ്ക്കുക. കുറയ്ക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 1000 കഴിഞ്ഞിട്ട് 0.08 കുറയ്ക്കണം. 1000 കഴിഞ്ഞിട്ട് ഒരു 0.0 ഇടുക. എന്നിട്ട് 937.5 അടിയിലിട്ട് കുറയ്ക്കുക. 5 5 10, ശിഷ്ടം 1 1 2 3 7 10, ശിഷ്ടം 1 1 6 7 3 10, ശിഷ്ടം 1 1 9 10. ഉത്തരം 62.5 രൂപയാണ് നഷ്ടം സംഭവിച്ചിരിക്കുന്നത്.